കുഞ്ഞിൻ്റെ തല നന്നായിട്ട് ഒഴിഞ്ഞു തിരുമ്മി കുളിപ്പിച്ചില്ല. അതുകൊണ്ടാണ് ആ ഒരു സൈഡ് ചപ്പിപ്പോയത്. ഇപ്പം ഇരിക്കുന്നത് കണ്ടോ തല? കുഞ്ഞുങ്ങളുടെ തലയോടെന്ന് പറയുന്നത് പലതരത്തിലുള്ള ബോണുകൾ ചേർന്ന് ആണ് ഇരിക്കുന്നത്. ബ്രെയിൻ വളരുന്നതിനനുസരിച്ച് ഈ തലയോട് വികസിച്ച് വരികയും നോർമലായിട്ട് തല വളരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. കുഞ്ഞ് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് തന്നെ കിടക്കാൻ ഇഷ്ടപ്പെടുന്നതിനെ തുടർന്ന് ആ സൈഡ് ഫ്ലാറ്റായി പോകുന്നത് സാധാരണഗതിയിൽ നോർമലാണ്. അല്ലാതെ ആ സൈഡ് ഒഴിഞ്ഞ് തിരിഞ്ഞ് കുളിപ്പിക്കാത്തത് കൊണ്ടല്ല അങ്ങനെ ഇരിക്കുന്നത്. കുഞ്ഞിൻ്റെ മൂക്ക് കണ്ടില്ലേ? ആ മൂക്ക് പ്രോപ്പറായിട്ട് തിരുമാത്തത് കൊണ്ടാണ് മൂക്കിങ്ങനെ പതിഞ്ഞു പോയത്. ഇതൊക്കെ കുളിപ്പിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? എന്തുകൊണ്ടാണ് മൂക്ക് തിരുമാതിരുന്നത്? എന്തൊരു കഷ്ടമാണ്. മനസ്സിലാക്കുക, കുഞ്ഞിൻ്റെ മൂക്ക് പതിയാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല മസാജ് ചെയ്യാൻ പറയുന്നത്. അവിടുത്തെ നേസോലാക്രിമൽ ഡക്റ്റ് ഒന്ന് ഓപ്പണായി വന്ന് ആ കണ്ണുനീര് ഗ്രന്ഥി വർക്ക് ചെയ്ത ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന നീരൊഴുകി പോകാനുള്ള പാത തെളിഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ മൂക്ക് പിടിച്ച് മൂക്കിലത്തെ തോല് കളയേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞ് കണ്ടോ എന്തൊരു തുമ്മലാണ്, കുഞ്ഞങ്ങ് ചുമയ്ക്കുവാണ്. ആ ചുമയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? കുഞ്ഞിന് വന്നപ്പോൾ തന്നെ കഫക്കെട്ടാണ്. അമ്മയുടെ വയറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന് ചിലപ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അതിൻ്റെ അംശങ്ങളൊക്കെ മൂക്കിലും തൊണ്ടയിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. അത് പുറത്തേക്ക് നാച്ചുറലായിട്ട് പോകുന്ന സ്വതസിദ്ധമായിട്ടുള്ളൊരു പ്രകൃതിയുടെ മെക്കാനിസമാണ് കുഞ്ഞ് ഒന്നും ഒറ്റയ്ക്കും ചുമയ്ക്കുകയും തുമ്മുകയും എക്കിളെടുക്കുകയൊക്കെ ചെയ്യുന്നത്. പാല് കുടിച്ചു കഴിഞ്ഞ് കൊച്ചിന് ഗ്യാസ് പോകുന്നതേ ഇല്ല, കീഴ്വായും പോകുന്നില്ല, മേൽവായും പോകുന്നില്ല, കൊച്ചിന് പാലുമില്ല. പാല് കൊടുത്ത് ഗ്യാസ് തട്ടി കിടത്തുമ്പോൾ തന്നെ പാലിനോടൊപ്പം ചിലപ്പം ഗ്യാസ് പോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ പാലായിട്ട് കക്കി പോകാം, ചിലപ്പോൾ മേൽവായുമായിട്ടും കീഴ്വായുമായിട്ടും പോകും, ചിലപ്പോൾ പോയില്ല എന്ന് വരികയും ചെയ്യും. കുഞ്ഞ് പാല് കുടിക്കുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ ഭയപ്പെടേണ്ട ആവശ്യകതയുണ്ടോ? ഗ്യാസ് പോയില്ല, ഞാൻ 10 മിനിറ്റ് തട്ടിയിട്ടും ഗ്യാസ് പോയില്ല, തട്ടി കൊച്ചിൻ്റെ പുറം പൊളിക്കുമെന്നൊരു ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുഞ്ഞ് പാല് കുടിക്കുന്നതിനനുസരിച്ച് കുറച്ച് എയറും കൂടി ഉള്ളിലോട്ട് പോകുന്നു. ആ എയർ വന്ന് നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്ന നമ്മുടെ നെഞ്ചിനെയും വയറിനെയും തമ്മിൽ തിരിക്കുന്ന അവിടുത്തെ ഭാഗത്തിനെ തട്ടുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഇറിറ്റേഷൻ കാരണം കുഞ്ഞിന് ചിലപ്പോൾ ഇച്ചിരി എക്കിളൊക്കെ എടുത്തുനിന്ന് വരും. ആ എക്കിളിനെ ഭയപ്പെടേണ്ട ആവശ്യകത ഒന്നും തന്നെ ഇല്ല. പാല് കൊടുത്ത് നമുക്ക് പതിയെ മൃദുവായിട്ടൊന്ന് ഗ്യാസ് തട്ടാമെന്നുള്ളതല്ലാതെ പുറം തട്ടിപ്പൊളിക്കണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. കുഞ്ഞ് ഫുൾ ടൈം കക്കലാണ്. കൊച്ചു കരയുന്നതിനനുസരിച്ച് അപ്പ പാല് കൊടുത്തോണ്ടിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ വയറെന്ന് പറയുന്നത് ചെറിയൊരു നെല്ലിക്ക മുതൽ അല്ലെങ്കിൽ ഒരു തക്കാളിയുടെ മുഴുപ്പ് പോലും ഇല്ല. കൊച്ച് കരയുമ്പോൾ പാല് കൊടുത്ത് കൊച്ചിൻ്റെ അണ്ണാക്ക് വരെ പാല് നിറഞ്ഞിരിക്കുക. മുലയിൽ മാറ്റുമ്പോൾ തന്നെ കൊച്ച് ചിലപ്പോൾ അങ്ങ് ഛർദ്ദിക്കും. അത് പാലായിട്ട് ഛർദ്ദിക്കും, പാതി ദഹിച്ച് തൈര് പോലെ ഛർദ്ദിക്കും. അത് ഓവർ ഫീഡിങ് ആണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് കൊച്ചിന് ദോഷമല്ലാതെ ഗുണമൊന്നുമില്ല. അത് വിക്കിത്തയിട്ട് ശ്വാസകോശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞിന് ചിലപ്പോൾ ശ്വാസം പെടയാനും സാധ്യതയുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കി സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുക. താങ്ക് യു.